നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. അതിവേഗത്തിൽ ദൂരയാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ വന്ദേ ഭാരത് ട്രാക്കുകൾ കീഴടക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ കോണുകളിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ നിലവിൽ വിജയകരമായി സർവീസ് നടത്തുന്നുമുണ്ട്. ഇപ്പോഴിതാ ഇന്റർസിറ്റി യാത്രകൾക്കായി വന്ദേ മെട്രോ ട്രെയിനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഹ്രസ്വദൂര റൂട്ടുകളും ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് വന്ദേ മെട്രോയുടെ വരവ്. ഈ വർഷം മാർച്ചിൽ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ പുറത്തിറങ്ങും. 130 കിലോമീറ്റർ പരമാവധി വേഗം അനുവദിക്കുന്ന വന്ദേ മെട്രോയുടെ നിർമ്മാണം ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പുരോഗമിക്കുകയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ICF ജനറൽ മാനേജർ BG മല്യയാണ് വന്ദേ മെട്രോ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞത്. രാജ്യത്തെ വന്ദേ ഭാരത് സർവീസുകളിൽ ഒക്യുപ്പൻസി റേറ്റിൽ 1ാം സ്ഥാനത്ത് തുടർന്ന് തിരുവനന്തപുരം, കാസർഗോഡ് വന്ദേ ഭാരത്. അതിവേഗ യാത്രയെ മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് കേരളത്തിലെ വന്ദേ ഭാരതുകൾക്ക് ലഭിക്കുന്ന പ്രതികരണം. സംസ്ഥാനത്തെ 2 സെമി ഹൈസ്പീഡ് ട്രെയിനുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. രാജ്യത്ത് വിജയകരമായി യാത്ര തുടരുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഭൂരിഭാഗവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർവീസ് നടത്തുന്നവയാണ്. പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ളത് ഗോവ, മംഗലാപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരതുമാണ്. ICFന് 2 പ്രധാന പ്രൊജക്ടുകളാണ് ഇപ്പോഴുള്ളത്. ആദ്യത്തേത് വന്ദേ മെട്രോ പദ്ധതിയാണ്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത് ഇവ ഇന്റർസിറ്റി ട്രെയിൻ സർവീസ് ആയിരിക്കും. ഈ വർഷം മാർച്ചോടെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് വന്ദേ മെട്രോ പുറത്തിറക്കും. ICF മാനേജർ മല്യ പറഞ്ഞു. ഫാക്ടറിയുടെ 2ാമത്തെ പ്രൊജക്ട് ജമ്മു കാശ്മീരിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രേക്കാണെന്നും മല്യ വ്യക്തമാക്കി. വന്ദേ ഭാരത് ട്രെയിനുകളുടെ മിനി പതിപ്പെന്നോണമാണ് വന്ദേ മെട്രോ ട്രെയിനുകൾ പുറത്തിറങ്ങുന്നത്. ഹ്രസ്വദൂര റൂട്ടുകളിലും സർവീസ് എങ്കിലും പാസഞ്ചർ ട്രെയിനുകൾക്കുള്ള എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുന്ന രീതി വന്ദേ മെട്രോയ്ക്ക് ഉണ്ടാകില്ല. വന്ദേ ഭാരത് ട്രെയിനുകളിലേതിന് സമാനമായ സൗകര്യങ്ങളുമായേക്കും വന്ദേ മെട്രോയും ട്രാക്കിലിറങ്ങുക. പൂർണ്ണമായും ശീതീകരിച്ച കോച്ചുകളോട് കൂടിയ ട്രെയിനിൽ ഓട്ടോമേറ്റഡ് വാതിലുകൾ ഉണ്ടാകും. കഴിഞ്ഞ വർഷം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വന്ദേ മെട്രോ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത്. 300 കിലോമീറ്റർ ദൂരം വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് വന്ദേ മെട്രോ ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്യുന്നത്. 250 മുതൽ 300 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള റൂട്ടിലാകും ട്രെയിൻ സർവീസ് നടത്തുക. മെമു സർവീസുകൾക്ക് പകരമായാകും വന്ദേ മെട്രോ ട്രാക്കിലിറങ്ങുക. 2 മാസത്തിനുള്ളിൽ ആദ്യത്തെ വന്ദേ മെട്രോ പുറത്തിറക്കുമെന്ന് ICF ജനറൽ മാനേജർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്റർസിറ്റി സർവീസുകൾക്കായി എത്തുന്ന സെമി ഹൈസ്പീഡ് ട്രെയിൻ ഹ്രസ്വദൂര റൂട്ടുകളിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ റേക്ക് മാർച്ചോടെ പുറത്തിറങ്ങുമെന്നും വാർത്ത പുറത്തു വന്നതോടെ വന്ദേ മെട്രോ ഏതൊക്കെ റൂട്ടിലാകും സർവീസ് നടത്തുക എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. കേരളത്തിൽ എറണാകുളം, കോഴിക്കോട് ഉൾപ്പെടെ വന്ദേ മെട്രോ എത്താൻ സാധ്യതയുള്ള റൂട്ടുകൾ പരിശോധിക്കാം. 130 കിലോമീറ്റർ പരമാവധി വേഗതയുള്ള വന്ദേ മെട്രോ 300 കിലോമീറ്റർ ദൂരപരിധിയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്യുന്നത്. 250, 300 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള റൂട്ടിലാകും ഈ സർവീസ് നടത്തുക. നേരത്തെ 100 കിലോമീറ്റർ വരുന്ന ദൂരപരിധിയിൽ മാത്രമാകും വന്ദേ മെട്രോ സർവീസ് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും 300 കിലോമീറ്റർ ദൂരപരിധിയിൽ സർവീസ് നടത്താൻ കഴിയുമെന്ന് ICF തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എറണാകുളം, കോഴിക്കോട് റൂട്ടിൽ വന്ദേ മെട്രോ സർവീസ് ആരംഭിച്ചാൽ ഇത് വിജയകരമാകുമെന്ന് ഉറപ്പാണ്. കോഴിക്കോട് പാലക്കാട്, പാലക്കാട് കോട്ടയം, എറണാകുളം കോയമ്പത്തൂർ, തിരുവനന്തപുരം എറണാകുളം, കൊല്ലം, തൃശൂർ, മംഗളൂർ, കോഴിക്കോട് എന്നീ റൂട്ടുകളിലാണ് വന്ദേ മെട്രോയ്ക്ക് സാധ്യതയുള്ളത്. ദക്ഷിണ റെയിൽവേ ബോർഡിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുകയുള്ളൂ. വന്ദേ ഭാരതിന്റെ മിനി പതിപ്പായ വന്ദേ മെട്രോയിലെ അത്യാധുനിക സൗകര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത്. വന്ദേ ഭാരതിൽ യാത്രക്കാർക്ക് നിന്നു പോകാനുള്ള സൗകര്യമില്ല. പക്ഷേ വന്ദേ മെട്രോയിൽ ഇതുണ്ടാകും. വന്ദേ മെട്രോയുടെ ഓരോ കോച്ചിലും 100 സീറ്റുകളും 200 യാത്രക്കാർക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള സ്ഥലവുമാണ് ഉണ്ടാകുക. ഒരു കോച്ചിൽ ഒരേ സമയം 300 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ചുരുക്കം.